ഗൈസ്, അപ്പോൾ നമ്മൾ ഇടുക്കിയിലെ ഒരു അടിപൊളി വേറൊരു മല കയറാൻ വന്നത് എന്താണ് ആ കാണുന്ന കുന്നിൻ്റെ മുകളിൽ നമ്മൾ പോണത്. അപ്പം മുനിയറ അടുത്തുള്ള ഒരു അടിപൊളി മലയാണ്. അപ്പം എങ്ങനെ നമ്മൾ അടിച്ചു കയറി പോലെ അടിച്ചു കയറി വാട മക്കളെ. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റത്തൊരു മല കണ്ട് അവിടെ പോലെ അടിച്ച് കയറില്ലേ. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇടുക്കിയിലെ അടുത്തൊരു റൈഡിന് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ നേര്യമംഗലത്തുനിന്ന് പനംകുട്ടി വഴി പനംകുട്ടി ബ്രിഡ്ജൊക്കെ കയറിയിട്ട് നേരെ കമ്പളികണ്ടത്തെത്തി. അവിടെ നിന്ന് പണിക്കൻകുടി വഴി മുനിയറയ്ക്ക് എത്തി കേട്ടോ. അത് മുനിയറ ജംഗ്ഷനാണ് കാണുന്നത്. അവിടെ ഒരു ചെറിയ സിറ്റി പോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് വഴിയുണ്ട്. നേരെ പോണത് നമ്മുടെ തിങ്കൾക്കാട് വഴി ഒരു മഞ്ഞുപള്ളിക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് തിരിയാണ്. ഇതിലൊക്കെ കയറിയിട്ട് നമ്മുടെ ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പതിവ് പോലെ തന്നെ ഒരു അഡ്വഞ്ചറായിട്ടുള്ളൊരു റൈഡ്, ഒരു മല കയറാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നാലുമലയൊക്കെ പോകുമ്പോൾ നേരെ മുനിയറയിൽ നിന്ന് തിങ്കൾക്കാട് വഴി നേരെ ഉടുമ്പൻചോല ചെന്നിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇന്ന് മുനിയറയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് മുനിയറ ഗവൺമെൻറ് സ്കൂളിൻ്റെ അവിടെ നിന്നൊക്കെ തിരിഞ്ഞ് ഈ കാണുന്ന വഴികൂടെ ഇങ്ങനെ പോയിട്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്കൊക്കെ വന്നത്. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ മാപ്പിൽ നമ്മുടെ കരിമല എന്ന് കിടക്കണം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വഴി ശ്രദ്ധിക്കണം. ഈ വഴി ഇങ്ങനെ നേരെ കോൺക്രീറ്റ് വഴിയാണ്. ഇത് കയറിയിട്ടാണ് നമ്മുടെ മലയിലോട്ട് പോകുന്നത്. കരിമല എന്നാണ് മലയുടെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരും കരിമല എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു നോർമൽ ഒരു ഈസി ആയിട്ടുള്ളൊരു വഴി അപ്പുറത്ത് വേറെ ഉണ്ട്. ഇത് കുറച്ചേലും മേക്കും കോൺക്രീറ്റ് വഴിയൊക്കെ തീരും. നല്ല രീതിയിലോട്ട് ഓഫ് റോഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴി കയറിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഒരു എളുപ്പമുള്ള വഴി അപ്പുറത്ത് വേറെ ഉണ്ട്. നമ്മൾക്ക് ടാസ്ക്കുള്ള വേണ്ടത് ഈ വഴി കയറി നോക്കാം എങ്ങനെയുണ്ട്. ഓട്ടെ കയറിക്കോ, രാവിലെ കയറിക്കോളാം. ഇതേ വണ്ടി ആയിരുന്നു കറങ്ങണ്. നല്ല വീഴ്ചയായി പോയി. എടാ ആദ്യത്തെ വീഴ്ച മര്യാദയ്ക്കാൻ കയറി പോയനെ. അടിപൊളി, എന്തായാലും അടിപൊളിയായിരുന്നു ഫസ്റ്റ് വീഴ്ച. നീ എവിടെ പോയാലും ഉദ്ഘാടനമാണല്ലോ. ഒരു രക്ഷയില്ല. നല്ല കയറ്റം ഉണ്ടോ? വണ്ടി ഇരിക്കണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ മേത്തോട്ട് നീ ഇപ്പുറത്തേക്കടാ. ആ കൊള്ളാം. എടാ കേരളേ നിന്നോട് ഏറ് കുറച്ച് ഞാൻ പറഞ്ഞു. കണ്ടോ, നല്ല കയറ്റമാണ്, കുത്തനെ കയറ്റമുണ്ടോ, രക്ഷയില്ല. എടാ ഏറ് കുറച്ചില്ലെങ്കിൽ വണ്ടി ടയർ തെന്നി കളിക്കുള്ളൂ. ആ കുഴപ്പമില്ല. എന്താണത്? ഇത് അഭിനയിക്കുന്നതാണോ വീണത്? അത് അവൻ അങ്ങോട്ട് കാലുകുത്തിയിട്ടല്ലേ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. മറ്റേ കണ്ടന്റ് മേക്കർ, ഞങ്ങളുടെ ടീമിലെ കണ്ടന്റ് മേക്കറാണ് അവൻ. കാടിൻ്റെ ഏതോ ഒരു മൂലയെത്തി. കാടല്ല, എന്തോ ഒരു നാട്ടുവഴി, നടവഴിയാന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് ഒരു കയറ്റമുണ്ട്. സെൻറ്റർ മറ്റേ MRFൻ്റെ മോട്ടോടിയിട്ടാണ് ടയർ. അത് അവഞ്ചറോടെ കിടക്കാണ്ടോ. നമുക്ക് എളുപ്പമായിട്ട് വേറെ വഴിയുണ്ട്. നമ്മൾ ഇച്ചിരി ഹാർഡായിട്ടുള്ള വഴി പിടിച്ചാണ്. ആ അഞ്ഞ് വിട്ടോ കയറിപ്പോരും. കൊടുത്തോ. ട്രാക്ക് മാറിയാൽ കുഴപ്പമില്ല, കാട്ടിൽ ഇടിച്ച് കയറി പോരട്ടെ. നല്ല കയറ്റം ഉണ്ടോ? വിചാരിച്ചതല്ല, കയറ്റല്ല പ്രശ്നം, മെയിനായിട്ട് ടയർ സ്ലിപ്പാണോ.
അങ്ങോട്ട് ഇടണ്ട ഏതിലേ സുരേഷ് ചേട്ടാ അങ്ങോട്ട് മറിഞ്ഞു വിടരുത്. ഇവിടേക്ക് വലിച്ചു നീ മാറിക്കോ. ആ അവിടെ കല്ലൊക്കെ ഇട്ട് മൂടിച്ചാണ് വേറെ വണ്ടികൾ പോവാതിരിക്കും. ആണോ? അയ്യോ എന്താണ് കാണുന്നത്? അപ്പൊ നമ്മുടെ കണ്ടന്റ് മേഖലയാണ് നിൽക്കുന്നത്. ആകാശ് എങ്ങനെയുണ്ട് മോനെ? കയറ്റം എങ്ങനെയുണ്ട്? ഇതൊരു ഭീകര കയറ്റം നമ്മൾ കാണൂട്ടല്ലോ കേട്ടോ. ആ അപ്പൊ ഇനി നമ്മൾ പോണത് ആ കാണുന്ന മലയുടെ അങ്ങോട്ടാണ്. അയ്യോ ഹെൽമെറ്റ് ഇടിച്ച് കേസ്. അപ്പോൾ അവിടേക്കാണ് ഇനി നമ്മൾ പോകാൻ പോണത്. ആ സെൻറ്റർ കയറി ഇവിടെ വെച്ചോ കേസ്. അപ്പോൾ നമ്മൾ വഴി കയറി പതിവ് നല്ല മഴയാണ് കേട്ടോ. നല്ല മഴ, നല്ല കോടയും, നല്ല മഴ പെയ്ത്. മഴയ്ക്ക് മുമ്പ് കയറ്റം കയറി നന്നായി. നല്ല സീനായതിന് നല്ല മഴയാണ്. അടിപൊളി വൈബ്. അങ്ങനെ നമ്മൾ മൺസൂൺ റൈഡ് തുടങ്ങിക്കഴിഞ്ഞ് മലയിൽ കുടയൊക്കെ അടിപൊളി. എന്താ പിന്നെ ഇപ്പോൾ കരിമല ടോപ്പ് കാണാനില്ല കേട്ടോ. അടിപൊളി വൈബാണ്. ഇടുക്കിയിൽ മൺസൂൺ ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാലാവസ്ഥയാണ്. അങ്ങനെ ഇതൊക്കെ താഴേക്ക് അമ്പം കുഴിയാണ്. ഓ നല്ല രസം, നല്ല വൈബ്. ഓഹോ ഇത് വേറെ ലെവലിട്ടാ. ഓ അമ്പോ വ്യൂ ഒക്കെ ഇവിടുത്തെ. എന്താ മോനെ അടിപൊളി, കൊള്ളാം. അപ്പോൾ മഴ പെയ്ത് തെന്നി നടക്കണം. അത്യാവശ്യം നല്ല വൈബുള്ള റൂട്ടാണ്. അപ്പോൾ എന്തായാലും വേറെ ലെവൽ സ്ഥലമാണ്. ഹായ് ചെളിയും കുന്നും അല്ലേ. ഇതൊക്കെ മൺസൂൺ വന്നപ്പോൾ ഇടിക്കണ്ട, വേറെ ലെവലായി, അടിപൊളി. ഓ അപ്പോൾ ഈ വഴി വന്നിട്ട് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് കയറി പോകണം. ഇവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ വ്യൂ കണ്ടപ്പോൾ നമ്മൾ നിർത്തിയതാണ്. അടിപൊളി വ്യൂസാണ് താഴേക്ക്. ഓഹോ സൂപ്പർ സ്ഥലം. ഇനി നമുക്ക് മുകളിലോട്ട് കയറി നോക്കാം. ഓയ് ആ സൈഡിൽ ക്യാമറയും അടിക്കും. നല്ല തെങ്ങിയാണ് നടക്കണത്. ആരും ഒറ്റയടിക്ക് ബ്രേക്ക് ഓടിക്കരുത്. ഓ ഓ
അവിടെ കയറിയത് ഈ ഇടുക്കിയിൽ ആ മലയുടെ മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ദിവസമാണ് ഇവിടെ നിന്ന്. മഴയൊക്കെ ഉണ്ടായിരുന്നു, മഴ മാറി വെയിലായപ്പോൾ കോടയൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ടോ. അങ്ങോട്ടേക്ക് ഇനി ഒരു വഴിയുണ്ട്. നമ്മൾ വന്നത് ഈ വഴിയൊക്കെ കയറിയാണ് വന്നത്. ഇനി നമുക്ക് ടോപ്പിലോട്ട് പോകാം, പിന്നെ അവിടേക്ക് ഒരു ഓഫ് റോഡ് അങ്ങോട്ട് കയറണം. എന്തായാലും നമുക്ക് ടോപ്പിൽ പോയിട്ട് വരാം. നല്ല അടിപൊളി വ്യൂസാണ്. ഇടയ്ക്കിടയ്ക്ക് കോട വരും, ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരും. അടിപൊളി സ്ഥലമാണ്. ഓ എന്തായാലും കുരിശോ. എന്റെ മോനെ പൊളിച്ചോ. അപ്പൊ നമ്മളിത് ഇടുക്കിയൊരു മലയുടെ മുകളിൽ അടിച്ച് കയറി വന്ന് നിൽക്കാണ്ടോ. ഓ നോക്കിയേ, ഏറ്റവും പോലെ അടിപൊളി വ്യൂസ് അല്ലേ. അപ്പൊ അവിടെ ഡാമുണ്ട്, കല്ലാർകുട്ടി ഡാമാന്ന് തോന്നുന്നു. മൊത്തം പുല്ല് പച്ച വരിച്ചേക്കാണ്. മൺസൂൺ ആയതോടെ മഴയൊക്കെ വന്നതോടെ ഇടുക്കി ആകെ പച്ചപ്പിലാണ്. എങ്ങനെയുണ്ട് സേവിനെ? അടിപൊളി. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. സുരേഷ് രണ്ടുപേര് താഴത്തേക്ക് നിന്നുണ്ട്. ഇടുക്കിയിലെ ഒരു വേറെ ലെവൽ സ്ഥലമാണ്. നമുക്ക് താഴേക്ക് പോകാം, താഴെ ഇറങ്ങിക്കോ. ഓ അവിടേക്ക് വഴിയുണ്ട്, താഴേക്ക് വഴിയുണ്ട്. ചാടി ചാടി എന്നെ കുതിര താഴേക്ക് വഴിയുണ്ടല്ലോ. ഓ ആഹാ അടിപൊളി, വേറെ ലെവൽ സ്ഥലം. സുരേഷ് ചേട്ടാ അവിടെ നിന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കുരിശിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയത് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി വ്യൂസാണ്. ചുറ്റും മലനിരകൾ. ഇവിടെ എത്തുമ്പോഴേക്കും വേറെ ലെവൽ വ്യൂസാണ് ഇവിടേക്ക്. ആ ഡാം എനിക്ക് സംശയം കല്ലാർകുട്ടിയാണോ പൊന്മുടിയാണോ, ഇതൊരു ഡാമിൻ്റെ ഭാഗം അവിടെ കാണുന്നുണ്ട്. എന്തായാലും അടിപൊളി. അതെങ്ങനെ റിസോർട്ടായിരിക്കും. നമ്മുടെ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ താഴേക്ക് ഇനി വഴിയൊക്കെ ഇട്ടാ വേണമെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. ഇനിയിപ്പോൾ ഇല്ല, അപ്പുറം വേറെ മല കയറുന്നുണ്ട്, ഞങ്ങൾ പോണില്ല. ആ പൊളി മൂട് മോനെ. ആ സൈഡ് തന്നെ കൊള്ളോട്ടാ ഓട്ടറേണ്ടേ. യേസ് ഇനി നമുക്ക് അങ്ങ് അറ്റത്തൊരു മല ഉണ്ട്, അവിടേക്കൂടി കയറണം. ഇടയ്ക്കൊരു ചെറിയൊരു മഴ വന്ന്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കയറലാണ് ഇറങ്ങി പോന്നാൽ മതി. ഓട്ടെ, നേരെ ഇറക്കിക്കോ, നേരെ ഇറക്കിക്കോ, നേരെ ഇറക്കിക്കോ. അങ്ങ് അറ്റത്തൊരു മല കണ്ട് അങ്ങോട്ട് പോലെ അടിച്ച് കയറി പിള്ളേരെ. പോട്ടെ പോട്ടെ, ഒറ്റടി പൊക്കോട്ടെ. സെക്കൻഡ് ഇയർ പോടാ.
ഓ നൈസ് ട്രെയിലാണ് കേട്ടോ, അടിപൊളിയാണ്. ഇപ്പോൾ കരിമല ഭാഗത്തുള്ള അടുത്ത രണ്ടാമത്തെ മലയാണ് കേട്ടോ. അയ്യോ ഫ്രണ്ടിൽ പോണ രസാക്കണ്ടോ. ഇതൊക്കെ നമ്മുടെ ആൽബിക്കുട്ടിനെ മിസ് ചെയ്യുന്ന റൈഡുകളാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ അടിച്ചു കയറാൻ എല്ലാ റൈഡിനും ആൽബി ഉണ്ടാവുന്നതാണ്. ഒരു നൈസ് ട്രെയിലായിട്ട് ഉളുപ്പുണ്ണിയൊക്കെ പോലത്തെ നൈസ് ട്രെയിലാണ്. പിന്നെ മഴ വീണതിൻ്റെ ഒരു ചെറിയ തെന്നലുണ്ടെന്നുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓ അങ്ങോട്ട് വഴിയുണ്ടല്ലോ. അയ്യോ ജയ്സ് അപ്പോഴത്തേക്കും മലയൊക്കെ തെളിഞ്ഞിട്ടോ, നല്ല ക്ലിയറായി അന്തരീക്ഷം. മഴ പോയി, കോടയും പോയി, വെയിൽ വന്നു. അടിപൊളി സ്ഥലമാണ്. അത് റോഡാണത്. ഇങ്ങോട്ട് വഴിയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ ട്രയൽസുകളുണ്ട്. അപ്പോൾ നമ്മൾ ട്രയൽസ് ഓടിക്കാൻ പ്രാന്തമുള്ള ആൾക്കാർക്കൊക്കെ അതേ കരിമല കയറിക്കും. അടിപൊളി ഇടിലൻ ഓഫ് റോഡ് ട്രയൽസാണ് ഇവിടെ ഉള്ളത്. ഹിൽ ക്ലൈമ്പിങ്ങും ജമ്പിങ്ങും ചാട്ടം എല്ലാം പറ്റും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാ ട്രയൽസ് ഭ്രാന്തന്മാരും ഓഫ് റോഡ് ഭ്രാന്തന്മാരും അടിച്ചു കയറി കരിമലയോട്ട് പാടാ. കേസ് അപ്പോൾ നമ്മൾ മല ഇറങ്ങാണ്. പോട്ടെ കേസ് അടിപൊളിയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആ കാണുന്ന മലയിൽ നിന്നാണ് ഇറങ്ങി വന്നത് കേട്ടോ. ഇനി നമ്മൾ ഇതിലെ കയറിയിട്ട് റൈറ്റ് കയറി നമ്മൾ ഇറങ്ങിപ്പോകണം. അടിപൊളി വ്യൂസാണ് എൻ്റെ പൊന്നു. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ആദ്യമായിട്ട് വന്നെ കേട്ടോ. കാര്യമല ഇങ്ങനെ മലയുണ്ടെന്ന് അറിയാം, ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതുപോലെ ഓഫ് റോഡും കാര്യമൊക്കെയുണ്ട്. അടിപൊളിയാണ്. നല്ല വൈബുള്ള സ്ഥലമാണ്. എക്സ്ട്രീം ഓഫ് റോഡൊന്നുമല്ല, പക്ഷേ നല്ല അടിപൊളി നൈസ് ട്രെയിൽ ഉൾപ്പുണ്ണിയൊക്കെ പോലെ. അപ്പോൾ നമ്മൾ കരിമല കുന്നിനോട് വിട പറയുകയാണ്, താഴേക്ക് ഇറങ്ങാണ്. ഇനി ഒരു എക്സ്ട്രീം ഡൗൺ ഹില്ലാണ് കേട്ടോ.